നമസ്കാരം. KSRTCയുടെ വളരെ ആകർഷകമായ ഒരു പദ്ധതിയാണ് ഈ ഡബിൾ ഡെക്കർ ബസ്സിലെ അതിൻ്റെ ഡബിൾ ഡെക്കർ ബസ്സിലെ ഏറ്റവും മുകളിലത്തെ പോർഷനിൽ ആൾക്കാരെ ഇരുത്തിക്കൊണ്ട് ഒരു സിറ്റി റൈഡ് തിരുവനന്തപുരം മുഴുവൻ അങ്ങനെ കറങ്ങി കാണിക്കും. തിരുവനന്തപുരം സിറ്റി മൊത്തവും കറങ്ങി കാണിക്കും. 3 മണി മുതൽ 10 മണി വരെയാണ് ഈ ഒരു റൈഡിനുള്ള അനുവാദം നൽകിയിട്ടുള്ളത്. പക്ഷേ ഈ സമയം അതത്ര സുരക്ഷിതമായ സമയമാണോ? ഇങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഓപ്പൺ ബസ്സിൽ ഇരുത്തിക്കൊണ്ട് പോകുന്നത്, പ്രത്യേകിച്ചും ഈ ഇടിമിന്നലൊക്കെ മിന്നലേറ്റുകൊണ്ട് ആൾക്കാർ മരണപ്പെടുന്ന ഈ സാഹചര്യത്തിൽ എത്രമാത്രം സുരക്ഷിതമാണ് ഈ ഒരു യാത്ര എന്നത് നമുക്ക് പരിശോധിക്കേണ്ടതാണ്. അതായത് വളരെ വലിയ ഹൈ ഫ്രീക്വൻസിയിലുള്ള ഹൈ വോൾട്ടേജിലുള്ള ഒരു കറണ്ടാണ് നമ്മൾ ഈ മിന്നലടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലൂടെ പ്രവഹിക്കുന്നത്. ആ സമയത്ത് നമുക്ക് ടയർ വഴിയുള്ളൊരു സുരക്ഷയൊന്നും അതുകൊണ്ട് മാത്രം നമ്മുടെ ജീവൻ സംരക്ഷിക്കാമെന്ന് ഒരു കാരണവശാലും ഉറപ്പ് പറയാനേ പറ്റില്ല. അതൊരു മിത്താണ്. അത് ഒരു കാരണവശാലും അത്തരത്തിൽ നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കില്ല എന്നതാണ് ശാസ്ത്രം പറയുന്നത്. വളരെ വ്യക്തമായ തെളിവുകളും അതിനുണ്ട്, അതിന് വ്യക്തമായ കാരണങ്ങളുമുണ്ട്. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ മനുഷ്യരുടെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് ഈ മഴക്കാലത്ത് ഇങ്ങനെയുള്ള ഒരു സമയത്ത് ആ ഒരു റൈഡ് നിർത്തിവയ്ക്കേണ്ടതാണ് എന്നുള്ളതാണ്. പക്ഷേ KSRTC അതിന് തയ്യാറാകുന്നില്ല. ശരിയാണ്, KSRTCക്ക് വളരെ ലാഭകരമായ രീതിയിലുള്ള ഒരു പദ്ധതിയാണ്, ലാഭകരമായ രീതിയിലുള്ളൊരു പ്രോജക്റ്റാണ് അത്. പക്ഷേ ആൾക്കാരുടെ ജീവൻ പണയം വച്ചിട്ട് വേണമോ ഇത്തരത്തിലുള്ളൊരു പ്രോജക്റ്റ് നടപ്പിലാക്കിയെടുക്കുവാനായിട്ട്? 4 വിദ്യാർത്ഥികളാണ് മലപ്പുറം മങ്കടയിലെ വെള്ളിയിലെ വ്യൂ പോയിൻറ്റിൽ മരണപ്പെട്ടത്. 18ഉം 20ഉം വയസ്സ് മാത്രം പ്രായമുള്ള 4 വിദ്യാർത്ഥികൾ. സിയാദ്, റഹീസ്, ഫഹത്ത്, ബാഹത്ത്, ഇങ്ങനെ 4 വിദ്യാർത്ഥികൾ. ആര് അതിന് സമാധാനം പറയും? അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിൻറ്റിൽ കാര്യമായ രീതിയിലുള്ള സുരക്ഷയൊന്നുമില്ല. നാട്ടുകാരൊക്കെ, വളരെ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ചെന്നിരുന്ന് വർത്തമാനം പറയുന്നൊരു മേഖലയാണിത്. പക്ഷേ വിദ്യാർത്ഥികൾ മരണപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും അത് ജാഗരൂകമായിട്ട് കാണേണ്ടതാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 2 വിദ്യാർത്ഥികളെ എത്തിച്ചതുകൊണ്ട് മാത്രം, വളരെ പെട്ടെന്ന് എത്തിച്ചതുകൊണ്ട് മാത്രം ആ 2 പേരുടെ ജീവൻ രക്ഷിക്കുവാനായിട്ട് കഴിഞ്ഞു. പക്ഷേ അതിനപ്പുറം ഈ 4 വിദ്യാർത്ഥികൾ മരണപ്പെടുകയായിരുന്നു. നമ്മൾ ആരാണ് അതിന് സമാധാനം പറയുക? ഇപ്പോഴും ഒരു സർക്കാർ പദ്ധതി അല്ലെങ്കിൽ ഒരു ടൂർ പ്രോജക്റ്റ് ഇങ്ങനെ നടക്കുന്നു. അതും ഈ മഴ സമയത്ത് മരണം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം. നമുക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ രീതിയിൽ ഒരു ഹൈ വോൾട്ടേജിലുള്ള ഈ മിന്നലടിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് രക്ഷപ്പെടുവാൻ കഴിയുക? അതൊരു തുറസായ സ്ഥലം എന്ന് തന്നെയാണ് അതിനെ അംഗീകരിക്കേണ്ടത്, അതിനെ പരിഗണിക്കേണ്ടത്. കാരണം സ്റ്റീൽ പ്ലാറ്റ്ഫോമിലാണ് നമ്മളിരിക്കുന്നത്. സ്റ്റീൽ പോലുള്ളൊരു പ്ലാറ്റ്ഫോം വലിയൊരു ലൈറ്റ്നിങ് കണ്ടക്ടറാണ്. ആ ലൈറ്റ്നിങ് കണ്ടക്ടറിൽ ഇരുന്നു കൊണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വളരെ വലിയ ദുരന്തങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ട് ഇത്രയും ദിവസമായിട്ടും നമ്മുടെ ഉദ്യോഗസ്ഥർ അതിനെ പരിഗണിച്ചുകൊണ്ട്, എന്നാൽ കുറച്ച് ദിവസത്തേക്ക് മഴ സമയങ്ങളിൽ പ്രത്യേകിച്ചും ഈ ഇടിമിന്നലേൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു കാലത്ത് ഇത്തരമൊരു യാത്ര സുരക്ഷിതമല്ല, അത് കുറച്ച് ദിവസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്ത് വച്ചില്ല എന്ന് എന്തുകൊണ്ടാണ് ആരും തന്നെ പറയാത്തത്? നമുക്ക് പുതിയ മന്ത്രിസഭ അധികാരമേറ്റിട്ടില്ല എന്നേ ഉള്ളൂ. പഴയ കാവൽ മന്ത്രിസഭ ഇപ്പോഴുമുണ്ട്. കാവൽ മന്ത്രിമാരവിടെ തുടരുന്നുണ്ട്. നിങ്ങൾ ധാരാളമായ രീതിയിൽ സംസ്ഥാനത്ത് ഉപയോഗിച്ചു. ആ വാക്ക് തന്നെയാണ് പറയുന്നത്. വളരെ ഉത്തരബോധത്തോടു കൂടി പറയുകയാണ്. സംസ്ഥാന സർക്കാരിനെയും ഭരണത്തെയും ഒക്കെ വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. എന്നിട്ടും എന്തുകൊണ്ട് ഇപ്പോൾ ഈ അവസാന സമയമെത്തി? ജനങ്ങളുടെ സുരക്ഷ നിങ്ങളുടെ ഒരു മാനദണ്ഡമല്ലേ? ഒരല്പം പരിഗണിച്ചുകൂടെ? അതോ നമ്മളിതെല്ലാം പരമാവധി ഈ കാര്യങ്ങളൊക്കെ ഇനി ഉപയോഗിച്ച് നമ്മളെല്ലാം തൃപ്തിപ്പെട്ടു, വളരെ നല്ല രീതിയിലുള്ളൊരു ഭരണം നന്നായിട്ട് നമുക്കൊന്ന് ആസ്വദിച്ച് ഭരിക്കാൻ വേണ്ടിയിട്ട് പറ്റി, അപ്പോൾ ഇനിയിപ്പോൾ മണിയടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അല്ലേ, കുറച്ചധികം കാര്യങ്ങളുമൊക്കെ ആയിട്ട് സംസ്ഥാനത്ത് അങ്ങനെ ആടിപ്പാടി നടന്നു. അപ്പോൾ നമ്മൾ പരമാവധി കാര്യങ്ങളൊക്കെ, കിറ്റ് വിതരണമൊക്കെ നടത്തി, ഇനി അല്ലെങ്കിൽ പൊതിച്ചോറ് വിതരണമൊക്കെ നടത്തി. ഇനി നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെന്തിനാണ് ഇതൊക്കെ കാണുന്നത്, കേൾക്കുന്നത്, പരിഗണിക്കുന്നത്? അത് ആകെ കൂടെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണക്കാരല്ലേ 200 രൂപ ടിക്കറ്റ് കൊടുത്തിട്ടാണ് ഈ രീതിയിലുള്ള അപകടം വിലയ്ക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ എത്തുന്നത്. ഇവിടെ വരുന്ന മലയാളികൾ മാത്രമല്ല ഈ ബസ്സിനകത്തേക്കുള്ളത്, മലയാളികളല്ല അതിനകത്ത്, ടൂറിസ്റ്റുകളും കൂടെയാണ്, നമ്മുടെ ഭാവി കൂടെയാണ്, കേരളത്തിൻ്റെ ടൂറിസത്തിലുള്ളൊരു ഭാവി കൂടിയാണ് അവതാളത്തിലാകുന്നത്. നാളെ എന്തായിരിക്കും ഇവിടേക്ക് വരുന്ന ഒരു ടൂറിസ്റ്റുകൾ പറയുക? ഇവിടെ വന്നു കഴിഞ്ഞാൽ ജീവന് ആപത്താണെന്ന്. അല്ലെങ്കിലേ ഇവിടെ പലതരത്തിലുള്ള ആൾക്കാരെ കൊണ്ട് ജീവിക്കാൻ വയ്യ. വർക്കലയിൽ വിദേശിക്ക്
പീഡനമേറ്റത് ഈ അടുത്ത സമയത്താണ്. നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ പലപ്പോഴായിട്ട് ഒന്നിടവിട്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഏൽക്കുന്നു. നമുക്ക് മതിയായ സുരക്ഷ കൊടുക്കുവാൻ പറ്റുന്നില്ല. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഇവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇതുപോലൊരു കാര്യം, ആൾക്കാർ എന്താണ് പറയുക, ഇവിടേക്ക് വരുന്ന വിനോദസഞ്ചാരികൾ കേരളത്തെക്കുറിച്ച് എന്താണ് പറയുക, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞുകൊണ്ട് ടൂറിസം ടാഗ് ലൈനുകൾ മാത്രം കൊടുത്താൽ പോരാ. ഇവിടെ വരുന്നത് ഗോഡ്സ് ഓൺ കൺട്രി പ്ലസ് ഡെവിൾസ് ഓൺ പീപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മനുഷ്യർ ഒരു റിവ്യൂ കൊടുത്താൽ എന്തായിരിക്കും ഈ കേരളത്തിൻ്റെ ഒരു അവസ്ഥ? ടൂറിസ്റ്റുകൾ കൂടി ഇവിടെ കേരളത്തിൽ വരാതിരുന്നാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം. കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം പ്രധാനമായും പിടിച്ചു നിൽക്കുന്നതിൽ ഒരു കാര്യം ഈ ടൂറിസമാണ്. അപ്പോൾ ഈ ടൂറിസത്തെ പരമാവധി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാരുടെ ജീവൻ വച്ചിട്ടല്ല കളിക്കേണ്ടത്. അതിന് മതിയായ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് അതിന് വ്യക്തമായ രീതിയിലുള്ള ഒരു പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടാണ് ഇത് കാര്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അല്ല, ഇനി നിങ്ങൾക്ക് സിറ്റി റൈഡ് നിർബന്ധമാണെന്ന് തന്നെ വയ്ക്കുക. സിറ്റി റൈഡ് നിർബന്ധമാണെങ്കിൽ അതിൻ്റെ താഴത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഇരുത്തുക. അപ്പോൾ താഴത്തെ പ്ലാറ്റ്ഫോമിൽ ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്, ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള സർഫസ് ഉള്ള പഴയ ചില ഈ ഡബിൾ ഡെക്കർ ബസ്സുകളുണ്ട്, ക്ലോസ്ഡ് ആയിട്ടുള്ള പഴയ ഡബിൾ ഡെക്കർ ബസ്സുണ്ട്. ആ ഡബിൾ ഡെക്കർ ബസ്സിൽ ഇരുത്തിക്കൊണ്ട് ഒരു സഞ്ചാരം സാധ്യമാക്കുക. അതും സഞ്ചരിക്കുവാൻ പറ്റുന്ന, ഉതകുന്ന, അല്ലെങ്കിൽ അതിന് നമുക്ക് സഹായകരമായിട്ടുള്ള ഒരു ബസ്സാണല്ലോ. തീർച്ചയായിട്ടും വളരെ കുറച്ച് ദിവസങ്ങളിൽ അത്തരമൊരു ബസ് ഉപയോഗിക്കാവുന്നതാണ്. അത് റണ്ണിങ് കണ്ടീഷനിലാണെങ്കിൽ, അല്ലെങ്കിൽ റണ്ണിങ് കണ്ടീഷൻ അല്ലെങ്കിൽ അതിന് എത്രയും പെട്ടെന്ന് ഒരു കേടുപാടുകൾ, അറ്റകുറ്റ കേടുപാടുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ ഒന്ന് പരിഷ്കരിച്ചുകൊണ്ട് അത് ഉപയോഗിക്കാമല്ലോ. അങ്ങനെ അതുപയോഗിച്ചുകൊണ്ട് യാത്ര നടത്തിയാലും നമ്മൾ ഈ മഴ സമയത്ത് നമ്മൾ നനഞ്ഞുകൊണ്ട് സിറ്റി റൈഡ് നടത്തുന്നതിനോട് ആരും അങ്ങനെ താല്പര്യപ്പെടുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ കുറച്ച് ആൾക്കാർ മാത്രമായിരിക്കും ആ സമയത്ത് അതിന് താല്പര്യപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് അത്തരമൊരു സംവിധാനത്തിലേക്ക് പോയിക്കൂടാത്തത് എന്താണ്? അപ്പോൾ കാര്യമായ രീതിയിലുള്ളൊരു സുരക്ഷാ സംവിധാനം ഒരുക്കിക്കൊണ്ട് മാത്രമേ ഇത്തരം ഘട്ടങ്ങളിൽ ഗവൺമെൻറ്റുകൾ, സർക്കാരുകൾ, ടൂറിസം സംവിധാനങ്ങളൊക്കെ മുന്നോട്ട് പോകാവൂ. എന്തായാലും അതിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല, മുന്നോട്ട് പോകാൻ പാടില്ല. കാരണം ഇത് ജനങ്ങളുടെ ജീവനാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടത് സർക്കാരാണ്. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.